ഇപ്പോൾ കോഴിക്കോട് കലായിൽ സിൽവർ ലൈനിനെതിരായ പ്രതിഷേധം തുടരുകയാണ്. കല്ലിടാനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു.
ജീവിതത്തിലൂടെ സമത്വമാണ് ആദ്യമായിട്ട് കിടക്കുന്ന സമത്വമാണ്. കോഴിക്കോട് കല്ലായിയിൽ സിൽവർ ലൈനിനെതിരെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. കല്ലിടാനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. ഇപ്പോഴും അവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ വിനേഷ് കുമാർ അവിടെ നിന്നും തത്സമയം ചേരുന്നു. വിനേഷ്, ഈ ഉദ്യോഗസ്ഥരെ തടഞ്ഞ സംഭവമുണ്ടായി, അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ മടങ്ങി. പോലീസ് എന്താണ് ശ്രമിക്കുന്നത്? അശ്വതി, ഇപ്പോഴും ഇവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. അതായത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇന്ന് രാവിലെയാണ്, അതായത് 11 മണിയോടുകൂടിയാണ് സംഘം കല്ലിടാനെത്തിയത്. ഇത് നാട്ടുകാർ, പ്രദേശത്തുള്ള ആളുകൾ തടയുകയായിരുന്നു. തടഞ്ഞതിനെ തുടർന്ന് പോലീസുമായി ഇവിടെ ഉന്തും തള്ളുമുണ്ടായി. ബലം പ്രയോഗിച്ച് പോലീസ് ഇവിടെ കല്ല് സ്ഥാപിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. രാവിലെ മുതൽ തന്നെ വലിയ ആൾക്കൂട്ടം, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടെ നിന്ന് മാറ്റിയ ശേഷമാണ് ഇവിടെ കല്ല് സ്ഥാപിക്കുന്നത്. വലിയ തോതിൽ സ്ത്രീകൾ ഉൾപ്പെടെ വലിയ പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇത് തടയും. പോലീസിന്റെ വൻതോതിൽ തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. ആളുകളെ പ്രദേശത്ത് പ്രതിഷേധവുമായി എത്തിയ ആളുകളെക്കാൾ കൂടുതൽ പോലീസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ആളുകളുടെ പ്രതിഷേധം വകവെക്കാതെ തന്നെയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ പ്രദേശം കല്ലായി, കോഴിക്കോട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കല്ലായി പ്രദേശം 2-3 സെന്റിൽ താമസിക്കുന്ന വളരെ സാധാരണക്കാരായ ജനങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടെ വായ്പയും മറ്റു സൗകര്യങ്ങളും ഒന്നും തന്നെ ഞങ്ങൾക്ക് ഭാവിയിൽ ലഭിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. കാരണം ഈ പ്രദേശത്ത്, അതായത് 2-3 സെന്റിലാണ് ഓരോ വീടുകളും ഉള്ളത്. വലിയ വീടുകളൊക്കെ അപൂർവം വീടുകൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെ ഒരു പഴയ ഒരു ഓട് വീടിന്റെ മുമ്പിലാണ്. ഇവിടെയുള്ള ആളുകളാണ് പിന്നെ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയത്. ഒരു കാരണവശാലും ഇതുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നാണ് ആളുകൾ പറയുന്നത്. നമുക്ക് അനുവദിക്കാൻ പാടില്ലല്ലോ. ഇതെന്തിനു വേണ്ടിയിട്ടത്? ആർക്കും വേണ്ടിയിട്ടാ? ജനങ്ങൾക്ക് വേണ്ട. പിന്നെ സർക്കാർ ഇങ്ങനെ ബലം പിടിച്ചിട്ട് അടിച്ചേൽപ്പിക്കുന്ന കാര്യമില്ലല്ലോ. ഉണ്ടോ? പോലീസ് ബലം വെച്ച് ഗിരിജക്ഷനെ ഉദ്യോഗസ്ഥരുടെ കണ്ടുകളി. അത് വനിതാ പോലീസ് ആകെ 4 ആൾക്കാരിട്ടുള്ളൂ. ബാക്കി മേൽ പോലീസാണ് ഇവരെ തള്ളിയിട്ടത്. തെറ്റല്ലേ ചെയ്യുന്നത്? ജനങ്ങൾക്ക് വേണ്ട. പിന്നെ എന്തിനാണിത്? ജനങ്ങൾക്ക് വേണ്ട പ്രോജക്റ്റിന് സർക്കാരിന് ആവശ്യം ഒക്കെ ലോക്കൽ ആൾക്കാരാണ്. താല്പര്യമില്ല. കേരളത്തിനോട് എതിർപ്പാണ്. ആർക്കും വേണ്ട. പൊതുജനങ്ങൾക്കും വേണ്ട. ആർക്ക് യാത്ര ചെയ്യാനാണിത്? സാധാരണക്കാരെ യാത്ര ചെയ്യില്ല. ആർക്ക് താല്പര്യമില്ല. എന്ത്? പോലീസ് ബലം പ്രയോഗിച്ചു തന്നെ. അത് ചിത്രങ്ങളുണ്ടല്ലോ. പോലീസ് ബലം പ്രയോഗിച്ചു തന്നെയാണ് ചെയ്തത്. മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം സാധിച്ചു. ആളുകൾക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ്. അതായത് ഒരു കാരണവശാലും സിൽവർ ലൈൻ പദ്ധതി ഇതിലെ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ആളുകൾ. കാരണം ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല, ആളുകൾക്കല്ലാതെ ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു പദ്ധതി ഇവിടെ നടപ്പാക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. അശ്വതി, ഇപ്പോ ആളുകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ വാഹനത്തിൽ കയറ്റിയിട്ടുണ്ട്. ദൃശ്യങ്ങളാണ് ഇപ്പോൾ കോഴിക്കോട് കല്ലായിയിൽ വലിയ പ്രതിഷേധമാണ്. ഇപ്പോൾ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. സ്ത്രീകളെ അടക്കം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ. വിനേഷ് തുടരുന്നുണ്ട്. വിനേഷ്, ഇപ്പോഴും പോലീസ് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടു അവിടെ പോലീസ് ബലം പ്രയോഗിച്ച് തന്നെ അവിടെ ഒരു കുറ്റി നാട്ടിക്കേറയിലിന്റെ. ഇനി അവിടെ എന്താണ് ബാക്കിയുള്ളത്? ഈ പോലീസ് ഇപ്പോഴും അവിടെ തുടരുന്നത് എന്തുകൊണ്ടാണ്?
അശ്വതി, അതിനകത്ത് നമ്മൾ പറഞ്ഞതിൽ ചില പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഇവരെ അറസ്റ്റ് ചെയ്തല്ല കൊണ്ടുപോകുന്നത്, അതിൽ ഈ ബലപ്രയോഗത്തിനിടയിൽ ഒരു കുട്ടി തളർന്നു വീണിരുന്നു, അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി പോലീസ് വണ്ടിയിൽ കൊണ്ടുപോവുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടി അല്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള ബലപ്രയോഗം ഇവിടെ നടന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പോലീസ് ഇപ്പോഴും ഈ പ്രദേശത്ത് വൻതോതിൽ തന്നെ പോലീസ് സന്നാഹമുണ്ട്. ആളുകളെ പറഞ്ഞ് ഒരു കാരണവശാലും ഇതിന് പ്രതിഷേധവുമായി വരരുതെന്ന് കൃത്യമായ മുന്നറിയിപ്പുകൾ പോലീസ് കൊടുക്കുന്നുണ്ട്, ഭയപ്പെടുത്തുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും കേരളയിൽ അധികൃതർ ഇവിടെ സ്ഥലത്ത് ഉണ്ട്. അവരെന്തായാലും ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കല്ല് നാട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകും എന്ന് തന്നെയാണ് പറയുന്നത്. ജനങ്ങളുടെ പ്രതിഷേധം വകവയ്ക്കാതെ തന്നെ ഇതുമായി പോകും. പക്ഷേ ഒരു കാരണവശാലും പദ്ധതി അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ആളുകൾ. നമുക്ക് അറിയാം, ഇവിടെ 2-3 സെന്റുകളിൽ വളരെ സാധാരണക്കാരായ ജനങ്ങളാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയും അവർക്കുണ്ട്. കാരണം അവരുടെ കിടപ്പാടവും അതുപോലെ തന്നെ ഭൂമി നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയിൽ നിന്നാണ് ഇത്തരത്തിലൊരു സമരം ഉണ്ടായിരിക്കുന്നത്. ഒരു പേപ്പറിൽ ഒരു തഹസീൽദാർ വന്നേക്കാ ഒരു പേപ്പറിൽ കല്ലിടാൻ വേണ്ടി, ജനങ്ങളുടെ നെഞ്ചത്ത് കല്ലിടാൻ വേണ്ടി, എന്നിട്ട് പാവം സ്ത്രീകളെ ചവിട്ടുക, ലാത്തി വെച്ച് കുത്തുക, തെമ്മാടിത്തരം കാണിക്കുക പോലീസ്. ജനമൈത്രി പോലീസ് എന്നാ പേര്. കാണിക്കുന്ന എന്താ കാണിക്കുന്നത്? കല്ലിടാൻ അനുവദിക്കില്ല, ഒരു കല്ല് പോലും അനുവദിക്കില്ല ഇവിടെ കേരളത്തിന്റെ മണ്ണില്. ഇവിടുത്തെ സ്ത്രീകൾ ഇവരൊക്കെ ഈ കടം മേടിച്ച വീടൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ വീട് ബാങ്ക് ലോണുകളാ. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു നിമിഷം തല്ലി പൊളിക്കാം, മഞ്ഞ കുറ്റിയിടാം, നിങ്ങൾക്ക് കൈക്കൂലി കിട്ടും. ലോക ബാങ്കിൽ നിന്നും ജിക്കയിൽ നിന്നൊക്കെ പാവപ്പെട്ട എവിടുന്ന് കിട്ടും? ഈ സ്ത്രീകളെ എന്റെ അമ്മേനെയാണ് തല്ലിയത്. എന്റെ അമ്മേനെയാണ് പെണ്ണുങ്ങളെ കുന്തി തല്ലിടുന്നത്. ഓരോ ഉന്തി തല്ലിട്ട് ഉന്തി തടയാൻ വന്നത് സ്ത്രീ പോലീസാണ്. എന്താ അറിയാം, ബലപ്രയോഗത്തിനിടെ ചില പോലീസുകാർ സ്ത്രീകളെ ആക്രമിച്ചു എന്നുള്ളത് ഉൾപ്പെടെ പറയുന്നുണ്ട്. ഇതാ വീണ്ടും ഒരു സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അശ്വതി, ഗേറ്റ് തള്ളി തുറന്ന് അകത്ത് വീടിന്റെ പറമ്പിലേക്ക് പോലീസ് തയ്യാറാവുന്നു. നിങ്ങൾ സ്റ്റേഷൻ കണ്ടു ഇവിടെ അടയ്ക്കാൻ പാടില്ല. നിങ്ങൾ നെഞ്ചത്തടിച്ചല്ലേ എത്ര സ്ത്രീകളെ ബാധിച്ചിട്ടുണ്ടായി? എന്താണ് കാണിക്കുന്നത്? ജനമൈത്രി പോലീസ് നല്ല പേര് കിട്ടിയത്. കമ്മീഷൻ മേടിക്കാൻ വേണ്ടി കുറ്റിയിടുക, എന്നിട്ട് ചിക്കൻ ലോൺ എടുക്കുക. നാട്ടുകാരുടെ പള്ളയിലേ പോകുന്നത്. കൂടെ നിൽക്കാൻ കുറെ പോലീസായിരുന്നു. നാട്ടുകാരുടെ പൈസ മേടിച്ച് ശമ്പളം മേടിക്കുന്ന പോലീസുകാർ. നാടല്ലേ ഞങ്ങൾക്ക്? ഉള്ളത് പറയണം സാറേ, ഉള്ളത് പറയണം. എന്റെ നെഞ്ചത്തടിച്ചത് എവരൊക്കെ ഇടിച്ച എന്റെ നെഞ്ചത്താ. എന്റെ തല എന്റെ ഭക്ഷണം നടത്തിയെന്ന് വല്ല പോലീസാണ് വേണ്ടിയുള്ളവനല്ല. പറയണം, ജനങ്ങൾ പറയണം. ആരാണ് കുട്ടികളൊക്കെ തന്നാണ് അധികാരം ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഇവിടുത്തെ മുന്നോട്ടേക്ക് നിങ്ങൾ വണ്ടിയിലേക്ക് കയറാം. Thank you.
സംസാരിക്കുമ്പോൾ ഞാൻ ഒരാളെ മറുപടി എനിക്ക് പറ്റില്ല. ഞാൻ വളരെ സുഖമായിട്ട് തന്നു, സൗഹാർദ്ദപരമായിട്ട് സംസാരിച്ചു. പിന്നെ ഞങ്ങൾ എടുക്കുന്നത് ഞങ്ങളുടെ ഡ്യൂട്ടി ലീഗലായിട്ട് shown special respect. This is clear for police, for everybody. So there might have been something, and I'm sure if something has happened, then necessary to amend the situation, they will take the action. Thank you. Well, but even if you come to the conclusion that there is serious violation, we also have another rule, and that is due process of law. You don't take action immediately. You have to follow the due process of law. That is also essential in a democracy. അറസ്റ്റ് ചെയ്ത് റിമൂവ് ചെയ്യാനാ പറയുന്നത്. ദയവായിട്ട് വണ്ടി കൊണ്ട് വരും. പോലീസിനോട് റിമൂവ് ചെയ്തിട്ട് കുറ്റിന്നുള്ള പരിപാടി ഞങ്ങളുടെ അവസ്ഥ കൊണ്ടൊന്നും ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ വല്ല പ്ലാൻഡായിട്ട് വരുന്നെങ്കിൽ പോലീസിന്റെ ആക്ഷൻ നിങ്ങൾ കണ്ടാൽ എങ്ങനെയാണോ ഞങ്ങൾ നിങ്ങളോട് ഞാൻ നിങ്ങളോട് എന്ത് വിരോധം നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ആ പെൺകുട്ടി രാവിലെ മുതലേ ഞങ്ങളെ കൊണ്ടുപോകുള്ളൂ. അത് പ്രതിഷേധിച്ചു അങ്ങനെ പറയണ്ട. പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് കല്ലായിയിൽ സിൽവർ ലൈനിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇപ്പോഴും അവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. പോലീസിനെതിരെ നാട്ടുകാർ വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയാണ്. അതിനിടെ അവിടെ പരിക്കുപറ്റിയവരെ പോലീസ് വാഹനത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കല്ലിടാനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. ഇപ്പോഴും സംഘർഷാവസ്ഥ സ്ഥലത്ത് നിലനിൽക്കുകയാണ്. ഇടവേള. സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. ചങ്ങനാശ്ശേരി നഗരത്തിൽ പ്രകടനം നടത്തിയ സമരാനുകൂലികൾ ബാങ്ക് അടപ്പിക്കാൻ ശ്രമിച്ചത് പോലീസുമായുള്ള ഉന്തും തള്ളിനും കാരണമായി.
നെഞ്ചത്ത് കയറുവാനോ വീടുകൾക്കകത്ത് കല്ലിടാനോ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. റെയിൽവേ അനുമതി കൊടുത്തില്ലെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടും പിണറായി വിജയൻ മൂഢന്മാരുടെ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഈ പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുന്നു. ശബരിമലയിൽ എങ്ങനെ നമ്മൾ പിണറായി വിജയനെ തിരുത്തിയോ അതേപോലെ ഈ റെയിലിന്റെ കാര്യത്തിലും പിണറായി വിജയനെ തിരുത്താനുള്ള അതിശക്തമായ കൂട്ടായ ഒരു പ്രക്ഷോഭമാണ് കേരളം ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ UDF സംഘം മാടപ്പള്ളിയിലെത്തും. അതേസമയം മാടപ്പള്ളിയിലെ പോലീസ് നടപടിക്ക് പിന്നാലെ ഇന്നലെ സ്ഥാപിച്ച കേരയിൽ സർവേ കല്ലുകൾ പിഴുതുകളഞ്ഞു. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, വലിയ പ്രതിഷേധത്തിനാണ് ഇന്നലെ മാടപ്പള്ളി സാക്ഷ്യം വഹിച്ചത്. അതിന് പിന്നാലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ന് ഹർത്താൽ ആചരിക്കുകയുണ്ടായി. ഇന്നും പലയിടങ്ങളിലും സംഘർഷമുണ്ടായി. പോലീസും പ്രവർത്തകരും തമ്മിലൊക്കെ ഉന്തും തള്ളുമുണ്ടായി. ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത്? ഒപ്പം ഈ ജനകീയ സമരം UDF ഏറ്റെടുക്കുകയാണ്. അങ്ങോട്ടേക്ക് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തുന്നു എന്ന് പറയുന്നു. അവരെപ്പോഴാണ് എത്തുക? എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ? അശ്വതി, ഏതാണ്ട് അല്പസമയം കൂടി കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചങ്ങനാശ്ശേരിയിലെത്തും. മുതിർന്ന UDF നേതാക്കളൊക്കെ തന്നെയും കക്ഷി നേതാക്കളൊക്കെ തന്നെയും ഈ സംഘത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ സംഘർഷമുണ്ടായ പ്രദേശത്തേക്കാണ് അദ്ദേഹം എത്തുക. ഇവിടെയാണ് കേരളിനെ കല്ലിട്ടത്. ആ കല്ലിൽ ചിലത് പിഴുതുകളയുകയും ചെയ്തിരുന്നു ഇന്നലെ തന്നെ ഈ നാട്ടുകാർ. എന്തായാലും ഇന്ന് വലിയ പ്രതിഷേധം രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. പ്രകടനം നടന്നു. ഈ പ്രകടനത്തിനിടെയാണ് ചില ബാങ്കുകൾ തുറന്ന് പ്രവർത്തിക്കുന്നത് കണ്ടത്. ഇത് അടപ്പിക്കാൻ പ്രതിഷേധക്കാർ ചെയ്യുന്നതോടെയാണ് പോലീസ് ഇത് തടയാൻ ശ്രമിക്കുകയും ചെറിയ ഉന്തും തള്ളും ഉണ്ടാകുകയും ചെയ്തത്. എന്തായാലും നിലവിൽ സ്ഥിതി ശാന്തമാണ്. ചങ്ങനാശ്ശേരിയിൽ ഏതാണ്ട് കടകൾ രാവിലെ മുതൽ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന സ്ഥിതിവിശേഷമാണ്. ദീർഘദൂര വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി സർവീസ് നടത്തുന്നത് കാണാൻ സാധിച്ചത്. ഒരു ജനരോഷം വലിയ രീതിയിൽ ആളിക്കത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇന്നലെയും അതിന്റെ തുടർച്ചയായി ഇന്നും ഒക്കെ കണ്ടത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കേരളമാകെ ഇത്തരം പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത തന്നെ നിലനിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ കല്ലിടൽ നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അതിനെ പ്രതിരോധിക്കാൻ ജനങ്ങൾ കൂടി ഇറങ്ങി വരുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതിനിടെയാണ് UDFും BJPയും ഒക്കെ അതിന്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെയും ഇവിടെ എത്തി ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കുകയും പിന്തുണ നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വി.ഡി. സതീശൻ അല്പസമയം കൂടി കഴിഞ്ഞ് ഇവിടെ ഈ മാടപ്പള്ളിയിലെത്തും. ശരി ശ്രീജിത്ത്. മാടപ്പള്ളിയിൽ സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിനെതിരായ പോലീസ് നടപടിയിൽ നിയമസഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. സഭ സമ്മേളിച്ചയുടനെ നടുത്തളത്തിലിറങ്ങിയ UDF അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിഷേധിച്ചു. ജനകീയ സമരങ്ങളെ അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമമെന്നും സംസ്ഥാനം ഭരിക്കുന്നത് സ്ത്രീവിരുദ്ധ സർക്കാരാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. ചോദ്യോത്തരവേള സർക്കാരിനെ ആക്ഷേപിക്കാനുള്ള അവസരമാക്കി പ്രതിപക്ഷ നേതാവ് അപവാദം പ്രചരിപ്പിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. അവശയാക്കപ്പെട്ടിട്ട് അവശയാക്കിയിട്ടും അതിനെതിരായി അത് ചെയ്ത ആളുകൾ ഇപ്പോൾ സുഖവാസത്തിലാണ്. ചോദ്യോത്തരവേള കഴിഞ്ഞ ശേഷം നമുക്ക് സംസാരിക്കാം. അങ്ങനെ ദയവായി അങ്ങനെയൊന്നും പറയില്ല. അല്ല, ചോദ്യോത്തരവേളയ്ക്ക് ശേഷം നമുക്ക് അല്ലെങ്കിൽ സംസാരിക്കാം. ശരി, അങ്ങനെയൊക്കെ ആൾക്കൂട്ടം ബഹളമുണ്ടാക്കി ആ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങണമെങ്കിൽ ഞങ്ങളങ്ങനെയൊന്നും വഴങ്ങില്ല. ഈ ആൾക്കൂട്ടത്തിന്റെ ഭീഷണിക്ക് മുമ്പിലൊന്നും ഞങ്ങളാരും വഴങ്ങില്ല. ചോദ്യോത്തരവേള മുന്നോട്ട് കൊണ്ടുപോകാൻ അവരോട് ഇരിക്കാൻ പറയാം. അപ്പുറത്തും ഇരിക്കുന്നുണ്ട്, ഇരുകൂട്ടരും ഇരിക്കണം, എല്ലാവരും ഇരിക്കണം. ഞങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് നിയമസഭ. ആ പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ. അല്ല, അവിടുന്ന് പ്രകോപനം ഉണ്ടാക്കുന്നു. എൽദോസ് കുന്നപ്പള്ളി സീറ്റിലിരിക്കും. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സാർ ഈ അല്ല, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ. മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദ്യോത്തരവേള സാർ, ചോദ്യോത്തരവേള ഗവൺമെന്റിനെ ആക്ഷേപിക്കാനുള്ളൊരു അവസരമാക്കി പ്രതിപക്ഷ നേതാവ് മാറ്റുകയാണ്. സാധാരണഗതിയിൽ ചോദ്യോത്തരവേള എന്നത് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. ഗവൺമെന്റിന് മറുപടി പറയാനും കഴിയും. ഇവിടെ ആ സന്ദർഭം അദ്ദേഹം ബോധപൂർവം ഒഴിവാക്കുകയാണ്. അദ്ദേഹത്തിന് അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയാണ് വേണ്ടത്, വസ്തുതകൾ ഉന്നയിക്കാനല്ല. കെട്ടിച്ചമച്ച കാര്യങ്ങൾ ഉന്നയിക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യം. അതുകൊണ്ട് ചോദ്യോത്തരവേള ഭംഗിയായി നടത്താൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങയുടേതായ അധികാരം ഉപയോഗിക്കാൻ തയ്യാറാകും. സാർ, ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ
എന്റെ അനുവാദമില്ലാതെ അങ്ങ് എന്റെ മൈക്ക് ഓഫ് ചെയ്തത് അനൗചിത്യമാണെന്ന് ഞാൻ പറയുന്നു. അല്ല, സഭാ നേതാവാണല്ലോ. ഞങ്ങൾ ഈ നടപടിയിൽ സർക്കാരിന്റെ ഈ നടപടിയിൽ സ്ത്രീവിരുദ്ധ നടപടിയിൽ അതിശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സഭാ നടപടികൾ ബഹിഷ്കരിക്കുക. ഞങ്ങൾ വാക്കൗട്ടാണെങ്കിൽ വാക്കൗട്ട്, വാക്കൗട്ടാണെങ്കിൽ വാക്കൗട്ട്, വാക്കൗട്ട് പ്രഖ്യാപിച്ച ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ല. പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വാക്കൗട്ട് പ്രഖ്യാപിച്ചതാണ്. ഇത് ന്യായമായ രീതിയല്ല. സഭയിൽ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കരുത്, ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കരുത്. വാക്കൗട്ട് പ്രഖ്യാപിച്ച ശേഷം ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കാൻ തിരിച്ചു വരരുത്. സഭാ നടപടികൾ അല്പസമയത്തേക്ക് നിർത്തിവെക്കുന്നു. സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സിൽവർ ലൈൻ നടപ്പാകില്ല എന്ന് സർക്കാർ പറയുന്നതുവരെ സമരം തുടരുമെന്ന് സഭയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇന്നലെ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഉൾപ്പെടെ പോലീസ് നടത്തിയ ക്രൂരമായ വേട്ട, ക്രൂരമായ മർദ്ദനം, സ്ത്രീകളെ ഉൾപ്പെടെ വലിച്ചിഴച്ച് നടുറോട്ടിലൂടെ പുരുഷ പോലീസുകാർ വലിച്ചിഴച്ച് കേരളത്തിലെ ഈ ഏറ്റവും വലിയ ഒരു സമരത്തെ തച്ച് തകർക്കാൻ സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി പോലീസ് ശ്രമിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ സഭാ നടപടികൾ ബഹിഷ്കരിച്ചത്. ക്രൂരമായി മർദ്ദിക്കപ്പെട്ട ആ പെൺകുട്ടി ആശുപത്രിയിൽ കഴിയുമ്പോൾ അവരെ ക്രൂരമായി മർദ്ദിച്ച അതിൻ്റെ വിഷ്വൽസ് എല്ലാം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. ആ ക്രൂരമായി മർദ്ദിച്ച ഗുണ്ടകളായ പ്രതികൾ അവരെല്ലാവരും സുഖവാസ കേന്ദ്രത്തിലാണ്. ഈ മർദ്ദനം നടത്തിയ മുഴുവൻ ആളുകൾക്കുമെതിരായി ജാമ്യമുള്ള കേസുകൾ എടുത്തു. ഏറ്റവും രസകരമെന്ന് പറയട്ടെ, ഈ പിണറായി വിജയന്റെ പോലീസ് മർദ്ദനമേറ്റ കുട്ടികൾക്കെതിരായി ജാമ്യമില്ലാത്ത കേസെടുത്തിരിക്കുകയാണ്. ജാമ്യമില്ലാത്ത കേസ്, വീട് തല്ലിപ്പൊളിച്ച് അകത്ത് കയറിയവർക്ക് ജാമ്യമുള്ള കേസ്, അടി കൊണ്ടവർക്ക് ജാമ്യമില്ലാത്ത കേസ്. അപ്പോൾ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള സ്ത്രീ വിരുദ്ധ നിലപാടെടുത്ത സർക്കാരാണ് പിണറായി സർക്കാർ. കോഴിക്കോട് പൊറ്റമ്മലിൽ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം. കണ്ണൂർ സ്വദേശി മൃദുലക്കെതിരെയാണ് ആക്രമണമുണ്ടായത്. പ്രതി കണ്ണൂർ സ്വദേശി വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നു. ഷഹീദ്, ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. കോഴിക്കോട് പൊറ്റമ്മലിൽ പട്ടാപ്പകലാണ് യുവതിക്ക് നേരെ ആക്രമണം ഉണ്ടായത്, ആസിഡ് ആക്രമണം ഉണ്ടായത്. അവിടെ കണ്ണൂർ സ്വദേശിയായ മൃദുല എന്ന യുവതിക്കാണ്, 22 വയസ്സുകാരി യുവതിക്ക് നേരെയാണ് ആക്രമണം. അവിടെ പൊറ്റമ്മലിൽ മദർ ഒപ്റ്റിക്കൽസ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നവർ കുറച്ചു കാലമായി. ആ ജോലിക്കായി സ്ഥാപനത്തിലേക്ക് പോകുന്ന വഴിയാണ് റോഡിൽ വെച്ച് ഇത്തരമൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ കണ്ണൂർ സ്വദേശി തന്നെയായ വിഷ്ണു എന്ന യുവാവിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് നമ്മൾ പോലീസിൽ നിന്നും പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ പ്രണയാഭ്യർത്ഥന വിഷ്ണു നടത്തിയിരുന്നു, പക്ഷേ മൃദുല അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. ഈ വിഷ്ണുവിന് വിദ്വേഷമുണ്ടായിരുന്നു എന്നുള്ള വിവരം പോലീസ് നൽകുന്നുണ്ട്. ഈ സംഭവം ഉണ്ടായ ശേഷം നാട്ടുകാർ വിഷ്ണുവിനെ പിടികൂടി കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പരിക്കേറ്റിട്ടുണ്ട് വിഷ്ണുവിന്. വിഷ്ണുവിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ മൃദുലയുടെ ആരോഗ്യനില വലിയ ഗുരുതരാവസ്ഥയിൽ ഇല്ല എന്നുള്ള ഒരു വിവരമാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ പൊള്ളലേറ്റിട്ടുണ്ട്, കൈക്കും കഴുത്തിന്റെ ഭാഗത്തുമൊക്കെ പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ള വിവരമുണ്ട്. പക്ഷേ അതീവ ഗുരുതരാവസ്ഥയിലല്ല. ഡെർമറ്റോളജി വിഭാഗത്തിൽ അവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ചികിത്സ, പെട്ടെന്ന് തന്നെയുള്ള ചികിത്സ നൽകാനുള്ള നടപടിയിലേക്ക് ആശുപത്രി നീങ്ങുകയാണ്. ഏതായാലും ഇത്തരത്തിൽ സംഭവമാണ് ഉണ്ടായിട്ടിരിക്കുന്നത്. വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, പക്ഷേ വിഷ്ണു ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരി ഷഹീദ്. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം അഞ്ചേരി ബേബി വധക്കേസിൽ എം മണി കുറ്റവിമുക്തൻ. വിടുതൽ ഹർജി ഹൈക്കോടതി അനുവദിച്ചു. മണിയടക്കം 3 പ്രതികളെയാണ് ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയത്.
2012 മെയ് 25 നടത്തിയ 1-2-3 പ്രസംഗത്തെ തുടർന്നാണ് കേസ് പുനരന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് അഞ്ചേരി ബേബിയുടെ സഹോദരൻ ജോർജ് പറഞ്ഞു. അതേസമയം സത്യം വിജയിച്ചെന്നും തന്നെ കള്ളക്കേസിൽ കുടുക്കാനുള്ള ശ്രമം ഇല്ലാതായെന്നുമായിരുന്നു എം മണിയുടെ പ്രതികരണം. അഞ്ചേരി ബേബി വധക്കേസിൽ മുൻ മന്ത്രി കൂടിയായ CPM നേതാവ് എം മണിയെ കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിടുതൽ ഹർജി കോടതി ഇന്ന് അംഗീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം എം മണി ചേരുന്നു. ആശാനെ 1-2-3 എന്തായി? 1-2-3 എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ആലങ്കാരികമായി അന്നേരം പറഞ്ഞതല്ലേ ഉള്ളൂ. അതിനകത്തൊന്നും ഒരു കാര്യവുമില്ല. ചുമ്മാ കള്ളക്കേസല്ലേ എടുത്തത് എൻ്റെ പേരിൽ. അഞ്ചേരി ബേബി കേസ് നടന്നത് 1982 അതാ. അന്ന് കോൺഗ്രസിന്റെ ഭരണം വയനാട് ആഭ്യന്തരമന്ത്രിയും കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നു. അവിടെ ഞങ്ങളുടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം അട്ടിമറിക്കുകയും തോട്ടം തൊഴിലാളി സ്ത്രീകളെ ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തി INTUC ചേർക്കുകയും ചെയ്തപ്പം അന്ന് ചെറുത്തുനിപ്പ് നടന്നതാണ്. ആ ചെറുത്തുനിപ്പ് നടക്കുമ്പോൾ ഞാനവിടെ ഇല്ല. ഞാൻ ദേവികുളം താലൂക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. അന്ന് ആ ചെറുത്തുനിപ്പ് നടത്തിയ ആളുകളുടെ പേരിൽ തന്നെ അന്ന് കേസെടുത്തതാണ്. ആ കേസ് വിട്ടുപോയി, തള്ളിപ്പോയി. കോടതിയാണ് തള്ളിപ്പോയത്. വിചാരണ ചെയ്ത് MN സുകുമാരൻ നായർ ആ കേസ് വാദിച്ചത് പ്രതികൾക്ക് വേണ്ടി. ആ കേസ് വിട്ടുപോയി. ആ കേസിൻ്റെ പേരിലാണ് എന്നെ യഥാർത്ഥത്തിൽ പ്രസംഗം വേണ്ടി വന്നത്. അന്ന് പാർട്ടിയെ നിറഞ്ഞാക്രമിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെയും തിരുവഞ്ചൂരാറിൻ്റെ പോലീസ് ഭയങ്കരമായി. ചന്ദ്രശേഖരൻ വധുവും അതെല്ലാമായി ബന്ധപ്പെട്ടും ഉള്ളതും ഇല്ലാത്തതും എല്ലാമായ പ്രശ്നങ്ങൾ ഉയർത്തിയെടുക്കുക. അപ്പോൾ അതിൻ്റെ പേരിൽ മീറ്റിംഗ് വെച്ചപ്പോൾ ഞാൻ പ്രസംഗിച്ചതിനകത്ത് ഞാനാരെയും കൊന്നൊന്നും പറഞ്ഞില്ല. പണ്ട് മുതലേ ഞങ്ങളെ കൊന്നതിൻ്റെ ഒരു കഥയെല്ലാം പറഞ്ഞു. അതാണ് ഞങ്ങൾ അന്നത്തെ കാലത്ത് ചേർത്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അത് കവിഞ്ഞൊന്നും ഞാനാരെയും കൊന്നു. ഞാൻ ഈ ബേബിയെ കണ്ടിട്ട് പോലും അതായി പോലും ഓർക്കുന്നില്ലാത്ത ആളാണ്. UDF സർക്കാർ മനഃപൂർവ്വം എടുത്താണെന്നോ? എന്താ സംശയം? അതുമാത്രമല്ല, എന്നെ അറസ്റ്റ് ചെയ്ത് 46 ദിവസവും ജയില്, 9 മാസം കോട്ടയത്ത്. ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല. അയാൾ അവിടെ വന്ന് പ്രസംഗിച്ചു. തൊടുപുഴ ഇവിടെ ഒരു ശല്യം ഉണ്ടായിരുന്നു, ഞാൻ അത് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് തൊടുപുഴ വന്ന് പ്രസംഗിച്ചതാ. പിന്നെ അയാളുടെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ട്, മകന്റെ ബന്ധുക്കളോ ആരാണ്ടൊക്കെ ഉണ്ട്. അയാൾ വന്ന് പ്രസംഗിച്ച അയാൾ എന്നെ അങ്ങ് ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എൻ്റെ അർത്ഥം. അതിന് കാരണമുണ്ട്. നോമിനേഷൻ കൊടുത്തിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു കോൺഗ്രസ്സുകാരവിടെ, പാർലമെന്റിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും. ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് പാസ്പോർട്ടിൽ പാസ്പോർട്ട് ഒപ്പിടണമെന്ന രീതിയിൽ അടുത്ത കോട്ടയം ജില്ലയിലോ എറണാകുളം ജില്ലയിലോ പോകണം. വഖഫ് ബോർഡിൽ 2 ലക്ഷം കോടിയുടെ സ്വത്തുക്കൾ നിയമവിരുദ്ധമായി കൈമാറ്റം ചെയ്തെന്ന പരാതിയിൽ CEO ജമാൽ, മുസ്ലിം ലീഗ് നേതാവ് മായിൻ ഹാജി ഉൾപ്പെടെ 4 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ സർക്കാർ അനുമതി. നേരത്തെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവിട്ട കേസിലാണ് സർക്കാരിന്റെ നിർണായക തീരുമാനം. വഖഫ് സംരക്ഷണ വേദി സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ സലാം നൽകിയ പരാതിയിലാണ് അന്വേഷണം. സംസ്ഥാന വഖഫ് ബോർഡിൽ 2 ലക്ഷം കോടിയുടെ സ്വത്തുക്കൾ നിയമവിരുദ്ധമായി കൈമാറ്റം ചെയ്തെന്ന കേസിലാണ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ സർക്കാർ അനുമതി. വഖഫ് ബോർഡ് CEO BM ജമാൽ, മുൻ ബോർഡ് അംഗവും മുസ്ലിം ലീഗ് നേതാവുമായ MC മായിൻ ഹാജി, മുൻ ചെയർമാൻ സയ്യിദാലിക്കുട്ടി, നിലവിലെ അംഗമായ സൈനുദ്ദീൻ എന്നിവർക്കെതിരെയാണ് അന്വേഷണം. വഖഫ് സംരക്ഷണ വേദി സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ സലാം നൽകിയ പരാതിയിൽ 2017 തന്നെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. സർക്കാർ അനുമതി ലഭിക്കാത്തതിനാൽ 4 വർഷമായി തുടർ നടപടികൾ നിലച്ചിരുന്ന കേസിലാണ് സുപ്രധാന വഴിത്തിരിവ്. കഴിഞ്ഞ കാലയളവിൽ സംസ്ഥാന വഖഫ് ബോർഡിൽ 2 ലക്ഷം കോടിയുടെ സ്വത്തുക്കൾ നിയമവിരുദ്ധമായി കൈമാറ്റം ചെയ്തുവെന്നാണ് പരാതി. വഖഫ് ബോർഡിന്റെ പണം സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ചു. ഹൈക്കോടതി വിധി മറികടന്ന് 5 താൽക്കാലിക ജീവനക്കാർക്ക് മുൻകാല പ്രാബല്യത്തോടെ നിയമനം നൽകി. കേന്ദ്ര വഖഫ് കൌൺസിലിൽ നിന്ന് വായ്പ അനുവദിക്കുന്നതിൽ ക്രമക്കേട് കാട്ടി. മുൻ വഖഫ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അഹമ്മദ് കബീറിന്റെ ഭാര്യയെ തിരുവനന്തപുരം ഡിവിഷണൽ ഓഫീസിൽ നിയമിച്ചു തുടങ്ങി 47 ആരോപണങ്ങളാണ് പരാതിക്കാരൻ ഉന്നയിച്ചിരുന്നത്. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിടാനുള്ള തീരുമാനം ക്രമക്കേട് തടയാനാണെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരുന്നത്. തീരുമാനത്തിനെതിരെ മുസ്ലിം ലീഗ് പ്രക്ഷോഭ രംഗത്തുള്ളപ്പോഴാണ് ലീഗ് നേതാവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിനുള്ള സർക്കാർ അനുമതി. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. കൊച്ചി മെട്രോ പൈലിംഗിൽ പിഴവുണ്ടായെന്ന E. ശ്രീധരൻ വീഴ്ച സംബന്ധിച്ച് DMRC പഠനം നടത്തും. അതേസമയം പത്തടിപ്പാലത്തെ തൂണിന്റെ പൈലിംഗ് പാറനിരപ്പിലെത്താത്തത് മൂലമുള്ള ബലക്ഷയമാണ് പാളം ചെരിയാനിടയാക്കിയതെന്നാണ് പഠനം. 1 മാസം മുൻപാണ് കൊച്ചി പത്തടിപ്പാലത്തെ 347 നമ്പർ മെട്രോ തൂൺ ചരിഞ്ഞതായി കണ്ടെത്തിയത്.
ഇതേ തുടർന്ന് മെട്രോ ട്രാക്കിന്റെ അലൈൻമെന്റിന് അകൽച്ച സംഭവിച്ചിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് തൂണിന്റെ ബലക്ഷയവും പൈലിംഗ് പാറനിരപ്പിൽ എത്തിയിട്ടില്ലെന്നും കണ്ടെത്തിയത്. നിലവിലെ പൈലിംഗും പാറയും തമ്മിൽ 1 മീറ്ററോളം അകൽച്ചയുണ്ടെന്ന് ജിയോ ടെക്നിക്കൽ പഠനത്തിൽ കണ്ടെത്തി. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണത്തിന് KMRL തയ്യാറായിട്ടില്ലെങ്കിലും പൈലിംഗിലെ പിഴവ് എന്തുകൊണ്ടെന്ന് അറിയില്ലെന്നും വിശദമായി DMRC പഠനം നടത്തുമെന്നും ഇ ശ്രീധരൻ തൃശൂരിൽ പറഞ്ഞു. ഒരു പെശക പറ്റിയിട്ടുണ്ട്. അതെന്ത് കാരണത്തിലാണ് വന്നിരിക്കണേ, അതിനെ ഒരു പഠനം തന്നെ നടത്തണം. ബോർ ചെയ്തിട്ട് 2 ദിവസം 3 ദിവസം ഡിലേ വന്നാൽ അത് അടയും. അങ്ങനെ പോയി അടഞ്ഞതാണോ അതിനെപ്പറ്റി പഠിച്ചാലേ പറയാൻ പറ്റുള്ളൂ. തൂണിന്റെ അടിത്തറ ബലപ്പെടുത്തുന്ന ജോലികൾ അടുത്ത ആഴ്ച തുടങ്ങുമെന്ന് KMRL അറിയിച്ചു. DMRC, L&T, KMRL എന്നിവയുടെ നേതൃത്വത്തിലായിരിക്കും നിർമ്മാണം. L&Tക്കായിരിക്കും നിർമ്മാണ ചുമതലയെന്നും KMRL വ്യക്തമാക്കി. DMRCയുടെ നേതൃത്വത്തിലായിരുന്നു കൊച്ചി മെട്രോയുടെ ആദ്യഘട്ട നിർമ്മാണം. ന്യൂസ് 18 കൊച്ചി. സ്വകാര്യ ബാങ്കിനെ ചൊല്ലിയുള്ള തർക്കം സംസ്ഥാന പോലീസിൽ അസാധാരണ സാഹചര്യത്തിന് വഴിവെക്കുന്നു. നോൺ സ്റ്റാറ്റ്യൂട്ടറി സബ്സ്ക്രിപ്ഷനും റിക്കവറിക്കുമായി HDFC ബാങ്കിനെയാണ് പുതുതായി ചുമതലപ്പെടുത്തിയത്. എന്നാൽ സ്വകാര്യ ബാങ്കിന് അക്കൌണ്ട് വിവരങ്ങൾ കൈമാറാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ഇപ്പോഴും വലിയ വിഭാഗം പോലീസുകാർ. വിവരങ്ങൾ കൈമാറിയില്ലെങ്കിൽ കർശന വകുപ്പുതല നടപടിയെന്നാണ് പോലീസുകാർക്ക് ഉന്നത ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പ്. സങ്കീർണമായ സാഹചര്യമാണ് സംസ്ഥാന പോലീസിൽ ഉടലെടുത്തിരിക്കുന്നത്. പോലീസ് ആസ്ഥാനം ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും വലിയൊരു വിഭാഗം പോലീസുകാരും അനുസരിക്കാത്തുന്നില്ല. സൊസൈറ്റി വായ്പകൾ ഉൾപ്പെടെ നോൺ സ്റ്റാറ്റ്യൂട്ടറി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഇനങ്ങളുടെ വിഹിതം നേരത്തെ പോലീസുകാരുടെ ശമ്പളത്തിൽ നിന്ന് തന്നെ കുറവ് ചെയ്തിരുന്നു. ഈ ചുമതലയാണ് സ്വകാര്യ ബാങ്കിന് കൈമാറിയത്. എന്നാൽ കേരള ബാങ്കിനെ പോലും പരിഗണിക്കാതെ സ്വകാര്യ ബാങ്കിന് ചുമതല കൈമാറിയതിൽ പോലീസുകാരിൽ നിന്ന് എതിർപ്പുയർന്നു. വലിയൊരു വിഭാഗം പോലീസുകാരും ഇതുവരെ അക്കൌണ്ട് വിവരങ്ങൾ കൈമാറിയിട്ടുമില്ല. 20-നകം വിവരം കൈമാറിയില്ലെങ്കിൽ കർശന വകുപ്പുതല നടപടിയെന്നാണ് SHOമാർക്ക് ഉൾപ്പെടെ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്നുള്ള മുന്നറിയിപ്പ്. സ്വകാര്യ ബാങ്കിന് ചുമതലയേൽപ്പിച്ച നടപടിയെ അനുകൂലിച്ച് പോലീസ് അസോസിയേഷനും രംഗത്ത് വന്നിരുന്നു. അപ്പോഴും അക്കൌണ്ട് വിവരങ്ങൾ ചോരുമെന്ന ആശങ്കയിൽ സമ്മതമറിയിക്കാൻ സേനാംഗങ്ങളിൽ പലരും തയ്യാറായില്ല. പോലീസുകാരുടെ ആശങ്കയ്ക്കും അടിസ്ഥാനമുണ്ട്. വിവരശേഖരണത്തിനായി പോലീസുകാരെ ബന്ധപ്പെട്ടത് ബാങ്ക് ചുമതലപ്പെടുത്തിയ മറ്റൊരു ഏജൻസിയായിരുന്നു. അതായത് ഉദ്യോഗസ്ഥരുടെ സാമ്പത്തിക വിവരങ്ങൾ സമഗ്രമായ ഡേറ്റയായി മറ്റൊരു കയ്യിൽ എത്തുമെന്ന് ചുരുക്കം. 55,000-ലേറെ പോലീസുകാർ ഉണ്ടെന്നിരിക്കെ വലിയ സംഖ്യ കൈകാര്യം ചെയ്യാൻ സ്വകാര്യ ബാങ്കിനെ ഏൽപ്പിക്കുന്നത് എന്തിനെന്ന ചോദ്യവും ഉയരുന്നു. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.